നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രിക്ഷൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിനകത്ത് ആദ്യമേ രണ്ട് നോട്ട്സ് ആദ്യം പറയാം. ഒന്ന്, വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് സർഫസ് ഇൻ കോൺടാക്ട്. അപ്പം സർഫസ് ഏരിയകൾ, രണ്ട് ബോഡികൾ തമ്മിലുണ്ടാകുന്ന ഏരിയ ഓഫ് സർഫസ് കൊണ്ട് കോൺടാക്റ്റുമായിട്ട് ലിമിറ്റിംഗ് ഫ്രിക്ഷന് യാതൊരു ബന്ധവുമില്ല. സോ ലോങ് ആസ് എ നോർമൽ റിയാക്ഷൻ റിമെയിൻസ് സെയിം. ഓക്കെ. ആൻഡ് അടുത്ത നോട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടിയും കുറവായിരിക്കും. നമ്മൾ ഫോഴ്സ് പറഞ്ഞ പോലെ തന്നെയാണ് മ്യൂവിൻ്റെ കാര്യം അങ്ങനെയാണ്. ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് ആദ്യം മനസ്സിലാക്കണം. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്, ഒരു ആംഗിളാണ് വിച്ച് ദ റിസൾട്ടൻറ്റ് ഓഫ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് ദ നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, അപ്പം ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷനും ഉണ്ടാവും ഒരു കേസിൽ. അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് വന്ന് അത് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ പോയിൻറ്റ് ഫ്രിക്ഷൻ കൊടുക്കുന്ന ഫോഴ്സാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ആ ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും കൂടെ ഒരു റിസൾട്ടൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ടൻറ്റും പിന്നെ അവിടെയുള്ള നോർമൽ റിയാക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പടം നോക്കി കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഫോഴ്സ് ആദ്യം കുറവായിരിക്കും, അപ്പോൾ കൂടുന്നതനുസരിച്ച് ഫ്രിക്ഷൻ അതിൻ്റെ കൂടെ കൂടി വരും. അങ്ങനെ കൂടി വന്ന് ഒരു മാക്സിമം, അതായത് മാക്സിമം ഒരു ഫോഴ്സിന് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ പോയിൻറ്റിൽ ഫ്രിക്ഷനാണ് എഫ് എസ് മാക്സ് എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, എഫ് എസ് മാക്സ് ഉണ്ടോ ഈ പോയിൻറ്റിൽ നമ്മൾ ഇത്ര നേരത്തെ നമ്മൾ വരച്ചത് താഴോട്ട് ഇങ്ങോട്ടേക്ക് വരച്ചത്, ഇതിവിടെ നമ്മൾ നടുക്കുന്ന ഇങ്ങോട്ടാണ് വരച്ചത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇത്രയും വലുപ്പത്തിൽ വരയ്ക്കുന്നെങ്കിൽ ഒരു പോയിൻറ്റ് ബോഡി പോലെയോ ഒരു ചെറിയൊരു മാസ് പോലെയോ നമ്മൾ എടുക്കുന്നതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസിന് വലിയ പ്രാധാന്യം വരത്തില്ല. പക്ഷേ സ്വയം വലിയൊരു ബോഡി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സ് ആണ് ടോർക്ക് ഉണ്ടായി റൊട്ടേഷനൊക്കെ ചെയ്യുമ്പം അതിനിപ്പം ഈ ഫോഴ്സ് നമ്മൾ താഴോട്ട് വരയ്ക്കുന്നതിന് നടുക്ക് വരയ്ക്കുന്ന നമ്മൾ ഡിഫറൻസ് ഉണ്ട്. ആ കേസിൽ വലിയ ബോഡിയാണെങ്കിൽ ഒരു കൊച്ചു ബോഡി ആയതുകൊണ്ടും നമ്മൾ അങ്ങനെ ഒരു അനാലിസിലേക്ക് പോകാത്തത് കൊണ്ടുമാണ് നമ്മൾ ഈ ഒറിജിനുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഞാൻ ഫ്രിക്ഷൻ എടുത്തേക്കുന്നത്. അതായത് താഴെ കൂടെയാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ജസ്റ്റ് മേളിൽ വെച്ചേക്കുന്നതാണ് ജസ്റ്റ് അനലൈസിന് വേണ്ടിയിട്ടും ആ ഒരു ഡിഫറൻസ് വളരെ ചെറുതായതുകൊണ്ടാണ് ആ ഒരു ഡിസ്റ്റൻസ്, അതായത് ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ചെറുതായതുകൊണ്ട് അതുകൊണ്ടുള്ള എഫക്റ്റും ചെറുതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കണം. അപ്പം പി മാക്സിമം ഫോഴ്സ് കൊടുത്ത് മാക്സിമം എഫ് എസ് കിട്ടുമ്പോഴത്തേക്ക് ആ നോർമൽ റിയാക്ഷനാണ്. അപ്പോൾ ഈ കേസിൽ നോർമൽ റിയാക്ഷൻ വെയിറ്റിന് ഈക്വലൻ്റ് ആയിരിക്കും. നമുക്കറിയാം ന്യൂട്ടൺസ് തേർഡ് ലോ ഈ ഡയറക്ഷൻ അപ്ലൈ ചെയ്താൽ അറിയാം. ഈ ഫോഴ്സ് ഇങ്ങോട്ടും അതേ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്നൊരു ഫോഴ്സ് മേലോട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഫോഴ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ ഒരു വെർട്ടിക്കൽ ഡയറക്ഷൻ ആക്സിലറേറ്റ് ചെയ്തിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വെയിറ്റിന് തക്കതായുള്ള റിയാക്ഷൻ ഫോഴ്സ് R=W ഉണ്ടാകുന്നത്. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സ് ഇതും എഫ് എസ് മാക്സിനും റിയാക്ഷനും കൂടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ OC ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പോൾ ആ തീറ്റയുടെ ഒരു ടാൻ വാല്യൂ എടുക്കുക. ടാൻ തീറ്റ നമ്മൾ എടുക്കുകയെന്ന് വെച്ചോ. അപ്പോൾ ടാൻ തീറ്റ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് AC ഡിവൈഡഡ് ബൈ AO കിട്ടും, ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പം AC എന്ന് പറഞ്ഞാൽ ആക്ച്വലി എഫ് മാക്സ് തന്നെയാണ്. എഫ് മാക്സ് ഡിവൈഡ് ബൈ റിയാക്ഷൻ എന്ന് കിട്ടും. കണ്ടോ, എഫ് മാക്സ് ബൈ ഡിവൈഡ് ബൈ റിയാക്ഷൻ എന്ന് കിട്ടും. അപ്പം നമുക്ക് എഫ് എസ് മാക്സ് എന്ന് പറഞ്ഞാൽ μ/r ആയതുകൊണ്ട് എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ R എന്ന് പറഞ്ഞാൽ μs ആയിരിക്കും. അപ്പം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അറിയാമെങ്കിൽ അതിൻ്റെ ടാൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കൺസെപ്റ്റ്. ജസ്റ്റ് മനസ്സിലാക്കിക്കോളുക. നൗ ആംഗിൾ ഓഫ് റിപ്പോസ്. ആംഗിൾ ഓഫ് റിപ്പോസ് ഈസ് നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ചോദിക്കാനും കൺഫ്യൂഷൻ ആക്കാനൊക്കെ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം ആംഗിൾ. ഓക്കെ, ഇറ്റ് ഈസ് ദ മിനിമം ആംഗിൾ. ഓക്കെ, മിനിമം ആംഗിൾ that an inclined plane makes with the horizontal. Inclined plane ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന മിനിമം ആംഗിളാണ്. when a body is placed on it just begin to slide motion. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു കേസ് കാണിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ മേളിലൊരു ബോഡി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇതിനെ പതുക്കെ ഈ ആംഗിൾ കൂട്ടി കൊണ്ടുവരികയാണ്. ആംഗിൾ കൂട്ടി പർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പോഴത്തേക്ക് ഇത് ഫ്രിക്ഷൻ കാരണം താഴോട്ട് പോകും. അപ്പോൾ ആ ഒരു പോയിന്റ് തൊട്ട് മുന്നേ വെച്ച് ഞാൻ ഒരു ആംഗിൾ വെച്ചെങ്കിൽ ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ ആംഗിൾ ഓഫ് റിപ്പോസ്. അപ്പം ആംഗിൾ ഓഫ് റിപ്പോസ് നമുക്ക് ഒരു അനാലിസിസ് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ കേസിൽ നമ്മുടെ ഈ ഒരു സാധനം തിൽറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫൈ ആണ് ആംഗിൾ ഓഫ് റിപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എം ജി എന്ന് പറഞ്ഞ സംഭവത്തിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. mg cos തീറ്റ, mg cos ഫൈ. ഇത് ഫൈ ആണെങ്കിൽ mg cos ഫൈ, mg sin ഫൈ എന്നുണ്ടാവും. അപ്പോൾ നമ്മളിതിങ്ങനെ കൂട്ടി കൊണ്ടുപോകുന്നതിനനുസരിച്ച് mg cos ഫൈ എന്ത് സംഭവിക്കും, ഫൈ കൂടുന്നതനുസരിച്ച് കോസിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. സൈൻ കൂടുന്നതനുസരിച്ച് അതിൻ്റെ സൈൻ ഫൈയുടെ വാല്യൂ കൂടി വരും. അതായത്
ഈ ഡയറക്ഷനിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടി വരും എന്നുള്ളതാണ്. അപ്പോൾ കൂടി അപ്പം ഓരോ പോയിൻറ്റും മുകളിലോട്ടുള്ള ഈ ഒരു സർഫസിനുണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അത് മേലോട്ട് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങോട്ട് പർട്ടിക്കുലർ ഫൈ എത്തുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു mg sin φ എന്ന് പറഞ്ഞാൽ കറക്റ്റ് FS മാക്സിന് ഈക്വലായിട്ട് മാറും. അതായത് അത് കഴിഞ്ഞ് ജസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം സ്ലൈഡ് ചെയ്ത് പോകും എന്നുള്ളൊരവസ്ഥ എത്തും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. അപ്പം ആ ഒരു കേസിലുള്ള വരുന്ന ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഫൈ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് വിളിക്കുന്നത്. അപ്പം അപ്പം അങ്ങനൊരു കേസ് നമ്മൾ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് സ്ലൈഡിൽ നിന്ന് ആ പോയിന്റ് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ R എന്ന് പറഞ്ഞാൽ mg cos φ ആയിരിക്കും. ഓക്കെ, പടത്തിന് കണ്ടാൽ തന്നെ അറിയാം. ഇത് മാറി ഇത് mg cos φ ആയി മാറി. R എന്ന് പറഞ്ഞാൽ mg cos φ ആയിട്ട് മാറി. അടുത്തത് FS max എന്ന് പറഞ്ഞാൽ mg sin φ ആണ്. FS max എന്ന് പറഞ്ഞാൽ mg sin φ ആണ്. നമുക്ക് FS max എന്ന് പറഞ്ഞാൽ mg sin, കാരണം ഈ ഒരു ഡയറക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഫോഴ്സിന് ഈക്വലൻ്റ് ആയിട്ടൊരു ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ടാണ് ജസ്റ്റ് അതപ്പോൾ നിൽക്കുന്നത്. ഇച്ചിരി കൂടെ പൊക്കിയാതെ താഴെ വീഴും, ആ ഒരു രീതിക്ക് നിൽക്കുന്നത്. ഓക്കെ, അപ്പം FS max എന്ന് പറഞ്ഞാൽ mg sin φ ആണ്. ആ mg sin φ എന്ന് പറഞ്ഞാൽ FS max ആയതുകൊണ്ട് FS maxൻ്റെ വാല്യൂ μ×r ആയതുകൊണ്ട് μr ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആറും നമുക്ക് കിട്ടി, FS മാക്സിന് രണ്ട് ഇക്വേഷൻ കിട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, FS മാക്സിന് mg sin φ എന്ന് പറയുന്നത് = ആറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് ഈ സെയിം സാധനം താഴോട്ട് എഴുതുവാണ്. ആറിൻ്റെ വാല്യൂ ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ mg sin φ = μ×mg cos φ ആവും. sin φ = μ cos φ എന്നാവും. μ tan φ ആവും. അപ്പം tan of φ എടുത്താലും നമുക്ക് ആ ഒരു പ്രതലത്തിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ കിട്ടും. അപ്പം ഈ ഒരു ടാൻ ഫൈനെക്കാട്ടിയും കൂടുതലൊരു നല്ലൊരു രസമുള്ള സംഭവമാണ് ഇത്. കാരണം വെച്ചാൽ ഈ കൺസെപ്റ്റ് ആംഗിൾ ഓഫ് റിപ്പോസിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് സർഫസിൻ്റെ ഇടയ്ക്കുള്ള ഇത് എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊരു രണ്ട് ബോഡി ആണെങ്കിൽ ആ രണ്ട് ബോഡി എടുത്ത് വെച്ചിട്ട് പതുക്കെ ചരിച്ച് ഏതോ ഒരു പോയിന്റ് എത്തുമ്പോൾ പെട്ടെന്ന് താഴോട്ട് വീഴണമെങ്കിൽ ആ ആംഗിൾ എടുത്തിട്ട് ആ ആംഗിളിൻ്റെ ടാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടുത്തെ മ്യൂ എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടും. അതായത് അവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് കിട്ടും. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമുക്ക് കിട്ടും. μs ആണ്, പക്ഷേ നമ്മൾ മ്യൂ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ മ്യൂ എന്ന് കണ്ടാലും അത് μs ആണ്, μk എന്ന് വിചാരിക്കേണ്ട. കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലത് μs എന്നുള്ള രീതിക്കാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ അവർ പറയും അങ്ങനെയാണെന്ന്. അപ്പം ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റിപ്പോസ് നല്ലപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ഡൺ എഗൻസ്റ്റ് ഫ്രിക്ഷൻ, അതായത് വർക്ക് ഡൺസ് അപ്പോൾ ഒരു വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫോഴ്സിൻ്റെ ഒരു ഡിസ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ ഒരു ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബോഡി ഭയങ്കര മൂവ്മെൻറ്റ് ചെയ്യും, മൂവ് ചെയ്ത് ആക്സിലേറ്റ് അങ്ങ് പോകും. അല്ലാതെ അത് ഒരിക്കലും നിൽക്കത്തില്ല. നമ്മൾ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ യൂണിഫോം വെലോസിറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അപ്പോഴും നമുക്ക് ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഉള്ള അത് ഇൻഫിനിറ്റി ആയിട്ട് മാറും. കാരണം ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി വരെ പോകും. അതുകൊണ്ട് എപ്പോഴും വർക്ക് പറയുന്നത് നമ്മളെപ്പോഴും ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഒപ്പോസിങ് ഫോഴ്സ് നമുക്കുള്ളപ്പോഴാണ് നമ്മൾ വർക്ക് പറയുന്നത്. അപ്പോൾ അതാണ് വർക്കിൻ്റെ ബേസിക് കൺസെപ്റ്റ്. വർക്കിനെ പറ്റി കൂടുതൽ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം, എങ്കിലും ഇത് ജസ്റ്റ് മനസ്സിലാക്കിക്കോളാം. അപ്പോൾ ഇവിടെ ഒരു ബോഡി ഉണ്ട്, ആ ബോഡിക്ക് mg വെയിറ്റ് ഉണ്ട്, r ഫ്രിക്ഷൻ ഉണ്ട്, p ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് അത് മൂവ് ചെയ്യുകയാണ്. കാരണം ഇത് മൂവ് ചെയ്ത് നേരത്തെ പറഞ്ഞ ഇക്വിലിബ്രിയം കേസ് അല്ല, അതുകൊണ്ട് അവിടെ ഇത് F കൈ ആയിട്ടേക്കുന്നത്. FS അല്ല, F സ്റ്റാറ്റിക് അല്ല, F കൈനറ്റിക്. അതായത് മൂവ് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രിക്ഷൻ പിറകോട്ടും ഉണ്ട്, ആ ഒരു രീതിക്ക്. അങ്ങനെ മൂവ് ചെയ്ത് ആ ഫോഴ്സ് മാറ്റാതെ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് മാറി ഇവിടം വരെ എത്തിയെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയിട്ട് നമ്മൾ ജസ്റ്റ് വിടുവാണെന്നുണ്ടെങ്കിൽ FK കാരണം ഇത് കുറഞ്ഞ് നിൽക്കും, അതൊക്കെ ഓക്കെ. എങ്കിലും നമ്മളിപ്പോൾ അങ്ങനൊന്നും ചിന്തിക്കുന്നില്ല. P ഫോഴ്സ് കൊടുത്ത് FK അങ്ങനെ ഒപ്പോസ് ചെയ്ത് നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നീങ്ങിയെന്ന് വെച്ചോ. അപ്പോൾ ഡിസ്റ്റൻസ് S ആണെന്ന് വെച്ചോ. അപ്പോൾ ആ കേസിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എഗൻസ്റ്റ് ആയിട്ടുള്ള വർക്ക്, അല്ലെങ്കിൽ വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ P ചെയ്യുന്ന വർക്കുണ്ട്, ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്കുണ്ട്. ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് വർക്കായിരിക്കും. കാരണം വർക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഈ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് വർക്കായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായിരിക്കും, നെഗറ്റീവ് വർക്കുമായിരിക്കും. Pയുടെ ഡയറക്ഷനാണ് ഈ ബോക്സ് മൂവ് ചെയ്തത്, അതുകൊണ്ട് P ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് വർക്കായിരിക്കും. FK ഇത് ഫോഴ്സ് ഉണ്ട്, സത്യമാണ്, അവസാനം വരെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സാണ്, പക്ഷേ FKക്ക് എതിരായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആരുമേ ജസ്റ്റ് വർക്ക് നമ്മൾ ചെയ്ത വർക്ക്, അതായത് Pയുടെ ടേംസിലുള്ള വർക്ക് കണ്ടുപിടിക്കാം. അതായത് W = P×S. ഓക്കെ, P എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ എന്താണ്, FK തന്നെയാണ്. മാഗ്നിറ്റ്യൂഡിന് സെയിം ആണ്, ഡയറക്ഷന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ FK×S എന്ന് എഴുതാം. പക്ഷേ ഇത് നെഗറ്റീവ് വർക്കാണ്, ഇത് -FK/S എന്നുമാണ് ശരിക്കും എഴുതാനായിട്ട്.
ഓക്കെ. ആൻഡ് ഇവിടുത്തെ പി എന്ന് പറഞ്ഞാൽ എഫ് കെക്ക് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ എഫ് കെ എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു ആർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ മ്യൂ ആർ ഇൻറ്റു എസ് എന്ന് വിളിക്കാം. ആൻഡ് ഇവിടുത്തെ ആർ എന്ന് പറഞ്ഞാൽ എം ജിക്ക് ഇക്വലൻ്റ് ആണ്. കാരണം മേലോട്ടോ ഡയറക്ഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മോഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂട്ടൺസ് തേർഡ് ലോ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എം ജി എന്ന് പറഞ്ഞാൽ ആറ് തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? നെഗറ്റീവ് ഡയറക്ഷനുള്ള ആറായിരിക്കും. സോ ആർ എന്ന് പറഞ്ഞാൽ എം ജി തന്നെ ആയിരിക്കും. സോ മ്യൂ കെ ഇൻറ്റു എം ജി എസ് എന്നുള്ള ഫോമിലേക്ക് ഈ ഒരു വർക്ക് നമുക്ക് ഡിറൈവ് എടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ടൈപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ വർക്കിലേക്ക് പോകാം. നമ്മളടുത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചായിരുന്നു, എങ്കിലും ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ. സോ ആദ്യമേ ബോഡി മൂവിങ് അപ്പ് ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പം ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ മുകളിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ലായിരുന്നു എങ്കിൽ പോലും ഇവിടെ ഒരു വർക്ക് നടക്കും. കാരണം ഇതിനെ മേലോട്ട് പൊക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ്, ഗ്രാവിറ്റി എന്നൊരു ഫോഴ്സ് ഇവനുണ്ട്. അപ്പോൾ ആ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഒരു ഭാഗം, അതായത് എം ജി സൈൻ തീറ്റ ഭാഗം മാത്രമാണ് അയാൾക്ക് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ അവകാശപ്പെടാൻ പറ്റുന്നത് ഒരു നെഗറ്റീവ് ഫോഴ്സായിട്ട്. പക്ഷേ നേരെ വെച്ചേക്കുവാണെങ്കിൽ താഴോട്ടാണ് പോകുന്നെങ്കിൽ താഴോട്ട് എം ജി ഫുള്ളായിട്ടുണ്ട്. പക്ഷേ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ താഴോട്ട് പോകുമ്പോഴത്തേക്ക് അതിന് പോകാൻ വേണ്ടി ഉണ്ടാകുന്ന അവിടുത്തെ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം ജി സൈൻ തീറ്റ തന്നെയാണ്. ഓക്കെ. അപ്പം ആ കേസിൽ നമ്മൾ നോക്കുമ്പോൾ അതായത് ജസ്റ്റ് ഫ്രിക്ഷൻ ഇല്ലാത്തൊരു കേസ് പറയുകയാണെങ്കിൽ അവിടുത്തെ പി ഇൻറ്റു എസ് അല്ലെങ്കിൽ ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എം ജി സൈൻ തീറ്റ ഇൻറ്റു എസ് എന്നുള്ള രീതിക്ക് നമുക്ക് വർക്ക് എടുക്കേണ്ടി വന്നേനെ. പക്ഷേ ഇവിടെ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ എഫ് കെ ഉണ്ട്. എഫ് കെ എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു ആറാണ്. ആർ എന്ന് പറഞ്ഞാൽ റിയാക്ഷനാണ്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എം ജി അല്ല, എം ജി കോസ് തീറ്റയാണ്. കാരണം ഈ ഡയറക്ഷനിലാണ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എഫ് കെ ഇതുള്ളത് കൊണ്ട് എഫ് കെയും എം ജി സൈനും കൂടെ ഒരുമിച്ചായിരിക്കും നമ്മുടെ പീനെ ഒപ്പോസ് ചെയ്യുക. അപ്പോൾ പീനെ ഒപ്പോസ് ചെയ്യുന്ന എം ജിയും എം ജി സൈൻ തീറ്റ എഫ് കെ ഒരുമിച്ചായതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് എടുക്കുമ്പോഴത്തേക്ക് എം ജി സൈൻ തീറ്റ എഫ് കെ ഒരുമിച്ചെടുക്കേണ്ടി വരും. അതാണ് നമ്മൾ അത്രേ ഉള്ളൊരു സംഭവം. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു എസ് ആണ്. ഇവിടെ എം ജി സൈൻ തീറ്റ എഫ് കെയും കൂടെ ആഡ് ചെയ്തെടുക്കുകയാണ്, ഇൻറ്റു എസ് ആണ് വർക്ക്. എഫ് കെ എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു ആറാണ്. ആറ് എന്ന് പറഞ്ഞാൽ എം ജി കോസ് തീറ്റയാണ്. സോ എം ജി സൈൻ തീറ്റ പ്ലസ് മ്യൂ എം ജി കോസ് തീറ്റയാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ഇക്വേഷൻ എം ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ കെ കോസ്, അതൊക്കെ ജസ്റ്റ് മാത്തമാറ്റിക്സ് ആണ്. പുറത്ത് എം ജി എടുത്ത് ചെയ്താണ് ഇൻറ്റു എസ് എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ അതാണ് അപ്പ് ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ മേലോട്ട് കയറി പോകുന്ന ഒരു ബോഡിയുടെ കേസ് പറയാനാണെങ്കിൽ. ഇനി താഴോട്ട് ഇറങ്ങി വരും ബോഡി മൂവിങ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ആ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യവനെ എഫ് കെ മാത്രമാണ് ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോഴേക്കും താഴോട്ട് വരുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ആ പി ഫോഴ്സ് മാത്രമല്ല അവന് താഴോട്ട് വരാൻ വേണ്ടിയുള്ള ഊർജ്ജം അവൻ എം ജി സൈൻ തീറ്റയും കൂടെ കിട്ടുന്നുണ്ട്. കാരണം എം ജി സൈൻ തീറ്റ താഴോട്ട് ഇറങ്ങി വരുന്നതുകൊണ്ട് എം ജി സൈൻ തീറ്റയ്ക്ക് അതേ ഡയറക്ഷൻ തന്നെയാണ് വർക്ക് നടക്കുന്നത്. അപ്പം പി പ്ലസ് എം ജി സൈൻ തീറ്റയാണ് ഇവിടെ എഫ് കെ ആയിട്ട് വരുന്നത്. പക്ഷേ പി കൊണ്ടുള്ള വർക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എം ജി സൈൻ തീറ്റ ചെയ്യുന്ന വർക്ക് നമുക്ക് അറിയേണ്ട, പി കൊണ്ടുള്ള വർക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാം. ആർമേ എന്നും നോക്കിക്കോ. ഇവിടെ പി പ്ലസ് എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എഫ് കെ ആണ്. ഇപ്പോൾ ഒരു കാര്യം, ഞാൻ പി പ്ലസ് എം ജി സൈൻ തീറ്റ ഈക്വൽ ടു എഫ് കെ എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒരു ആക്സിലറേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിലാണ് ബോഡി എന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യാം, യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യാം. അപ്പോൾ വർക്ക് ഉണ്ടാവും. ഓക്കെ. യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യുന്നത് പറഞ്ഞാൽ വർക്ക് ഉണ്ടാവും, വർക്കില്ലാതിരിക്കുന്നത് കാരണം ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്, വർക്ക് ഉണ്ടാവും. പക്ഷേ അവിടെ എന്തില്ല, ആക്സിലറേഷൻ ഉണ്ടാവത്തില്ല, യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഈ കേസും അങ്ങനെയാണ്, യൂണിഫോം വെലോസിറ്റിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പി ഈക്വൽ ടു എം ജി സൈൻ തീറ്റ പ്ലസ് എഫ് കെ ആണ്. സാധാരണ നമ്മൾ ഇത് ആക്സിലേറ്റ് ചെയ്യുന്ന മേലോട്ട് പോകണമെങ്കിൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസിനും ആക്സിലറേഷൻ എടുക്കണം. മനസ്സിലായി? പി മൈനസ് എം ജി സൈൻ തീറ്റ പ്ലസ് എഫ് കെ ഈക്വൽ ടു മാസിനും ആക്സിലറേഷൻ. ഇവിടെ ആക്സിലറേഷൻ ഇല്ല, യൂണിഫോം വെലോസിറ്റി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പി ഈക്വൽ ടു എം ജി സൈൻ തീറ്റ പ്ലസ് എഫ് കെ എന്ന് എടുക്കാം. ഇവിടെ എത്രയേ ഉള്ളൂ, എം ജി സൈൻ തീറ്റ പ്ലസ് പി ഈക്വൽ ടു എഫ് കെ എന്ന് എടുക്കാം. പക്ഷേ ഇത് മൂവ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും വർക്കുണ്ട്. ഓക്കെ. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടൊരു പോയിൻ്റാണ്, മൈൻഡിൽ നല്ലപോലെ കയറ്റി വയ്ക്കേണ്ട ഒരു പോയിൻ്റാണ് ഈ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ എം പി പ്ലസ് എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എഫ് കെ ആണ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എഫ് കെ മൈനസ് എം ജി സൈൻ തീറ്റ ആണ്. നമുക്ക് പി കൊണ്ടുള്ള വർക്ക് മാത്രം മതി. സോ പി ഇൻറ്റു എസ് നമ്മൾ എടുത്താൽ മതി. സോ ജസ്റ്റ് എഫ് കെ മൈനസ് എം ജി സൈൻ തീറ്റ. അപ്പോൾ പി കൊണ്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. പി പ്ലസ് എം ജി സൈൻ തീറ്റയുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് കെ എടുത്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് പി കൊണ്ടുള്ള വർക്ക് മാത്രം മതി. എം ജി സൈൻ തീറ്റയുടെ വർക്ക് നമ്മൾ അറിയണ്ട, പി ചെയ്യുന്ന വർക്ക് മാത്രം മതി. സോ പി ഇൻറ്റു എസ് മതി. പി കണ്ടുപിടിക്കണമെങ്കിൽ പി പ്ലസ് എം ജി സൈൻ തീറ്റ എഫ് കെ ആണ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എഫ് കെ മൈനസ് എം ജി സൈൻ തീറ്റയാണ്. അപ്പം അതെടുത്ത് നമ്മൾ പി ഇൻറ്റു എസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു രീതിക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് നോക്കിക്കോളൂ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. നിങ്ങൾക്ക് മാത്സ് ആണ്, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ചെറുതായിട്ട് ഒരു ചെറിയ അസൈൻമെൻറ്റ് എടുത്ത് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അസൈൻമെൻറ്റ് ഇറ്റ് ഈസ് ഈസിയർ ടു പുൾ എ ബോഡി ദാൻ ടു പുഷ് ഇറ്റ്. അനലൈസ്. അപ്പം ഒരു ബോഡിയെ പുള്ള് ചെയ്യാനാണ് പുഷ് ചെയ്യാനെക്കാട്ടി എളുപ്പം. അതെന്തുകൊണ്ട്? അപ്പം അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കാരിയറിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒരു ചെറിയൊരു കാരിയർ പോലൊരു സംഭവം, ഒരു വണ്ടി. ആ വണ്ടി നമ്മൾ പുഷ് ചെയ്യുന്നത് താഴേക്കായിരിക്കും പുഷ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ആ വണ്ടിയെ പുഷ് ചെയ്യുക. നമ്മളെക്കാട്ടിയും വലുതായിരിക്കും വണ്ടി എപ്പോഴും.
കേട്ടോ. നമ്മളെക്കാട്ടി വലുതായിരിക്കും വണ്ടി, ഇപ്പോൾ പുഷ് ചെയ്യുമായിരിക്കും. പക്ഷേ പുള്ളാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് പുള്ള്. ഓക്കെ, പുള്ള് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും പുള്ള് ചെയ്യുന്നത്. അപ്പം സംഭവം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നെറ്റ് നോക്കി പഠിച്ചോളുക. അസൈൻമെൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും എക്സ്ട്രാ ഒരു കാര്യം പറയാൻ, നമ്മളിപ്പം ഇങ്ങനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റ് ഇങ്ങനെയും ഒരു കമ്പോണൻറ്റ് ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ കീ ബേസ് എന്ന് പറഞ്ഞത്. ഇത് ഇങ്ങോട്ട് ഈ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇത് ഒരു കമ്പോണൻറ്റ് മേലോട്ടും ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടും ആയിരിക്കും വരിക. അപ്പോൾ ഈ രീതിക്ക് പോണ കമ്പോണൻറ്റ് ഓക്കെ. പക്ഷേ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡിയുടെ വെയിറ്റ് mg പ്ലസ് ഇതും കൂടെ ചേർത്തായിരിക്കും റിയാക്ഷൻ വരുന്നത് ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ ഇതേ മൈനസ് ഇതായിരിക്കും നമുക്ക് റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ഡിഫറൻസ് എപ്പോഴും മറ്റേതിനെക്കാട്ടിയും കൂടുതലാണ്. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതാണ് കൂടുതൽ നോക്കിയാൽ μ/r ആണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നെറ്റ് നോക്കി കണ്ടുപിടിക്കുക. ഇത് എളുപ്പമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ചോദിക്കുക, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, പറഞ്ഞു തരാനുള്ള വഴി ഉണ്ടാക്കാം, നോക്കാം. അപ്പോൾ ഞാനത് കാണുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ. എങ്കിലും ഇത് നെറ്റിൽ ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്, എല്ലായിടത്തും കിടക്കും, എല്ലായിടത്തും കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്നിപ്പോൾ ഒരുപാട് കിടിലൻ കൺസെപ്റ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ എന്താണ് സംഭവിച്ചത്. വർക്കൊക്കെ വന്നു, വർക്കിനെ പറ്റി കുറച്ചുകൂടെ മനസ്സിലാക്കുക, വർക്കിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് പഠിക്കുമെങ്കിലും ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സാണ്. സോ ജസ്റ്റ് ലുക്ക്. താങ്ക് യു.